కొర్లమ్మ వేసుకెళ్ళి కుడుమ్మా ఇరుపోపుడు మెల్ల 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 ಕಮ್ಮಿ ಮಲ್ಪಲೆ ಮಂಗಳಾಪುರಲ್ಲೋ 3-4 ಲ್ಯಾಂಗ್ವೇಜ್ ಉಂಟು ಬ್ಯಾರಿ ತುಳು ಅಪ್ಪ ಈ ಕುಟ್ಟಿರ ಸಂದರ್ಭ ತುಳು ಲ್ಯಾಂಗ್ವೇಜ್ ఇంకేంటి జ్యూస్ ఉందా అది తురులే చాయ్ కుడికింది ప్లాన్ ఇల్లాడు ఉమ్మక్కడు వాళ్ళు చీత పడినందు అక్కడ కొంచెం రిలాక్స్ అవ్వట మైండ్ కొంచెం కాఫీ ഒക്കെ കുടിപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് ഇവിടെ കോഫി ടീ കണ്ടപ്പോൾ നിർത്തിയത് നല്ല പ്രോമിസ് ഞാൻ പേടിച്ചിരിക്കുന്നു ഇന്ന് ഉമ്മാൻ്റെ ഡ്രൈവിംഗ് കഴിച്ച് നമ്മളിപ്പോൾ ബസ്സെല്ലാം കാണുമ്പോഴാണ് എനിക്ക് ചിന്നുപപ്പിന് ഓർമ്മ വന്നത്. വെൽക്കം ബാക്ക് ടു മൈ മലബാർ മൊഞ്ചത്തി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ മംഗളാപുരം ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇവിടുത്തെ സ്പെഷ്യലായ ബസ്സാലക്കറി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ രാവിലെ എണിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ബസ്സാല നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് സൂസൈഡ് ചെയ്തിട്ടുള്ള ഒരു ചിന്നുപപ്പി എന്നാണ്. എനിക്ക് അവരുടെ വീഡിയോ ഞാൻ ഫുള്ള് ഇൻസ്റ്റയിൽ ഇങ്ങനെ കാണുമ്പോഴാണ് ഭയങ്കര സങ്കടമായിട്ടോ. കാരണം എന്നും ഹാപ്പി ആയിട്ട് ഒരു സങ്കടം സോഷ്യൽ അറിയിക്കാതെ ഇരിക്കുന്ന ഒരു ജീവിതം മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഉള്ളിലത്തെ വേദന എന്താണെന്ന് നമ്മൾ ആർക്കും അറിയില്ലല്ലോ. സോ ഇതുവരെ ആരും നമ്മൾ ജീവിക്കാൻ പാടില്ല, അതായത് മരിക്കണമെന്ന് ആരും ഒരു ചിന്താഗതിക്ക് വരില്ല. നല്ലോണം തോൽപ്പിച്ചവരുടെ മുമ്പിൽ നല്ലോണം ജീവിക്കണമെന്ന് ചലഞ്ച് എടുത്തിട്ടാണ് എല്ലാവരും ലൈഫിൽ മുന്നോട്ട് വരാൻ നോക്കുന്നത്. ചില ആൾക്കാർക്ക് ആരുടെയെങ്കിലും പറയാതെ മനസ്സിലുള്ളിൽ വേദന വെച്ചിട്ട് പുറത്ത് ചിരിമ കാണിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് വേദന ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ചിന്നുപാപ്പിൻ്റെ നോക്കിയിട്ട് തന്നെ മനസ്സിലാവും. പക്ഷേ 4 വയസ്സുള്ള കുഞ്ഞുണ്ടായിരുന്നു, സൂസൈഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. തോൽപ്പിച്ചവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കാനായിരുന്നു. പിന്നെ അവൻക്ക്, അതായത് തോൽപ്പിച്ചവൻക്ക് തോന്നനായിരുന്നു ഞാൻ മിസ് ചെയ്തിട്ടുള്ളത് ഒരു ജന്മാണെന്ന് തോന്നനായിരുന്നു. അങ്ങനെയുള്ള ജീവിതം നേടിയെടുക്കണമായിരുന്നു. സൂസൈഡ് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അല്ല. പക്ഷെ എല്ലാവർക്കും പ്രോബ്ലംസൊക്കെ വരും, ഒരുപാട് പറയാൻ പറ്റാത്ത പ്രോബ്ലംസ് ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ വേദന, സഹിക്കാൻ പറ്റാത്ത വേദനകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പറയാനും ഈസി അല്ല. ഞാനും അതേപോലത്തെ ഡിപ്രഷനിലൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു ഘട്ടം കടന്നു വരണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഒറ്റയ്ക്ക് എലോണായിരിക്കുമ്പോൾ എന്തൊക്കെ ചിന്താഗതിക്ക് വരും. അങ്ങനെയൊക്കെ ചിന്താഗതി ഇന്ന് മാറണമെങ്കിൽ കുറച്ച് ട്രാവൽ, പുറത്ത് കറങ്ങാൻ പോവുക, കുട്ടികളോട് കൂടുതലായി ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ചിന്നുപാപ്പിൻ്റെ വീഡിയോയിൽ നമ്മൾ ഒരു 30 സെക്കൻഡ്സോ 1 മിനിറ്റ്സിൻ്റെ വീഡിയോ മാത്രമേ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ബാക്കിയുള്ള 24 ഹവേഴ്സിൽ നമുക്ക് 1 മിനിറ്റ്സ് മാത്രമേ നമ്മൾ മുമ്പിൽ അവൾ വന്നിട്ടുള്ളൂ, ആ ഒരു കുട്ടി വന്നിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഒരു കൊച്ചിൻ്റെ പെയിനൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ആകെയായിട്ടുള്ള 24 ഇയേഴ്സാണ്. എനിക്കൊരു 45 ഇയേഴ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയാണ്. കാണപ്പോൾ സങ്കടമായത് ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടീനെ വിട്ടു പോകാൻ പാടില്ലായിരുന്നു. കുട്ടീനെ വളർത്തിയിട്ട് തോൽപ്പിച്ചവരുടെ മുമ്പിൽ ലൈഫ് ഇതൊന്നല്ല എന്നുള്ള ഒരു ചലഞ്ചായിട്ട് എടുത്ത് മുന്നോട്ട് വരണമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ലൈഫൊന്നും നിങ്ങൾ പറയുന്നത്ര, കമൻറ്റ് ഇടുന്നത്ര, റിക്കവർ ചെയ്യാൻ അത്ര ഈസിയും അല്ല. പക്ഷെ അതിന് കടന്ന് വന്നാലുണ്ടല്ലോ, ഒരു തവണ തോൽവിയിൽ ആ ഒരു ഘട്ടം നിങ്ങൾ കടന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ തോൽക്കില്ല. നിങ്ങൾക്കതൊരു ലൈഫിൽ വലിയൊരു പാഠമാവും. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സൂസൈഡ് ഒരു സൊല്യൂഷൻ അല്ല. നമ്മൾ മരിച്ചു പോയാൽ ആർക്ക് പോയി, ഞങ്ങൾക്ക് പോയി, ഞങ്ങളെ കുട്ടികൾക്ക് പോയി, നമ്മളെ ഫാമിലിക്ക് പോയല്ലാതെ നമ്മളെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല. അവർ വേറെ കഥകളൊക്കെ കട്ടിട്ട് ആ പെൺകുട്ടീനെ മാക്സിമം മരിച്ചവരങ്ങളും മരിച്ചു പോകും. മാക്സിമം അവരുള്ള ഫാമിലി ആൻഡ് കുട്ടികൾ മുന്നോട്ട് വളരുമ്പോൾ അവർക്കുള്ള ഓരോരോ ഗോസിപ്പുമായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മരിച്ച ആൾക്കാരെ ശരിക്കും വിടാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഏത് ബുദ്ധിമുട്ട് കഷ്ടങ്ങളൊക്കെ വന്നാൽ ധൈര്യത്തോടെ നേരിടാൻ നോക്കുക, അതാണ് നല്ലത്. ഞാനങ്ങനെയാണ്, ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ആ കുട്ടീനെ ഒരുപാട് സങ്കടകരമായ ഒരു കാര്യമായതാണ്. സൂസൈഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാ ചെയ്യണം ഞാൻ ചോദിക്കുന്നത്? നമ്മളെ ദ്രോഹിച്ച ആൾക്കാരുടെ മുമ്പിൽ അവരാണ് ദ്രോഹിച്ച ആൾക്കാരാണ് മരിക്കേണ്ടത്, ഞങ്ങളല്ല. ഞങ്ങൾ ജീവിച്ച് കാണിക്കണം. കാരണം നമ്മൾ ചതിക്കപ്പെട്ടവരാണ്, നമ്മളെ ചതിച്ച ആൾക്കാരാണ് ആ ഒരു വഴിയിലേക്ക് പോവേണ്ടത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്താഗതി ചതിക്കപ്പെട്ടവർ ചിന്തിക്കാൻ പാടില്ല. കാരണം അവരെ കൂടെ എപ്പോഴും ദൈവമുണ്ട്, റബ്ബുണ്ട്.
ഉണ്ടാവും. നമ്മളാരും ചതിക്കാൻ പോയിട്ടില്ല, അറിഞ്ഞിട്ടോ അറിയാതെയോ ചതിക്കാൻ പോയിട്ടില്ല. നമ്മളാണ് ചതിക്കാൻ വന്നത്, അവരാണ് അവർ ഡിസിഷനിൽ എത്തേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ഏറ്റവും വലിയ സങ്കടമാവുന്നുള്ളത് നിങ്ങൾ സബറോട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കൺമുമ്പിൽ തന്നെ അവർക്ക് റബ്ബ് തന്നെ ശിക്ഷ കൊടുക്കും. കൺമുമ്പിൽ തന്നെ, ഒരുപാട് വർഷങ്ങൾക്ക് ആക്കണമെന്നില്ല, നിങ്ങൾ മുമ്പിൽ തന്നെ അല്ലാതെ അവർക്ക് ഒരു ശിക്ഷ കൊടുക്കാതിരിക്കില്ല. കാരണം നമ്മൾ മനസ്സെപ്പോഴും ക്ലിയർ ഉണ്ടെങ്കിൽ നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ആരെന്ത് പറഞ്ഞാലും ഇവിടെ കേട്ട് ഇവിടെ വിടുക. പക്ഷേ ഒരുപാട് ആൾക്കാർ ദ്രോഹിക്കാൻ വരും, ചതിക്കാൻ വരും, അവരെല്ലാം നമ്മൾ അലേർട്ടായിരിക്കുക. ലൈഫിൽ ആരും വിശ്വസിക്കാതിരിക്കുക. ഞങ്ങൾ വിശ്വസിച്ച പോലെ സെൽഫ് ലവ് ചെയ്യാൻ നോക്കും. കേരള ഗൊಂತಿಲ್ಲ എന്നാറ് പറഞ്ഞിട്ടില്ല. അമ്മയില് നടന്നു ചില ആൾക്കാർക്ക് അറിയില്ല. എൻ്റെ വീഡിയോ ഫസ്റ്റിൽ കണ്ടത് ഇത് മാംഗൂറത്തെ ബസാലാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന ബസാല കറിയാണ് ഇന്ന്. അപ്പോൾ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇത് കെട്ടിട്ട് കറിയാക്കും. കെട്ടി മീൻസ് ചെമ്മീനിട്ട് കറിയാക്കും, പിന്നെ കൗലിട്ട് കറിയാക്കും. കൗൽ പറഞ്ഞാൽ കല്ലുമ്മക്കായ, ഭയങ്കര ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ബസാല പിണ്ടി മീൻസ് റൈസ് ബോൾ ഉണ്ടല്ലോ, അതുണ്ടാക്കും. പിണ്ടി അതായത് നമ്മൾ കോയട ഉണ്ടാക്കുന്നില്ലേ, അതേപോലത്തെ മസാല കറിക്ക് പിണ്ടി പോലെ ഉണ്ടാക്കിയിട്ട് മീൻസ് അട പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഇതൊക്കെ റെയിനി സീസണിൽ ഉണ്ടാക്കുന്ന മസാലയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ പിന്നെ കാല് വലിയൊക്കെ ഉള്ള ആൾക്കാർക്ക് മീൻസ് ലെഗ് വലിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കൂട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കര തണുപ്പാണ്, സ്കിന്നിന് ഹെയറിന് ഹെൽത്തിനൊക്കെ വളരെ നല്ലതായ ഒരു സാധനമാണ്. ഇത് ബസാല കൂടുതൽ ഇവിടുത്തെ മംഗളാപുരം ആൾക്കാർ പറയുന്ന കേട്ടോ, ബസാല കൂടുതൽ കഴിക്കുന്ന ആൾക്കാർ അവരെ കണ്ണൊക്കെ വലുതായിട്ടുണ്ടാവും എന്നുള്ളത്. പൊതുവേ കേരളക്കാരുടെ കണ്ണൊന്നും കുഴപ്പമില്ല പറയും, എല്ലാവരുടെ കണ്ണും നല്ല അടിപൊളിയാണല്ലോ. പ്രഗ്നന്റ് ഇരിക്കുമ്പോൾ ഇഷ്ടം പോലെ ഇത് ബസാല തന്നെ കൂട്ടിയാലും കുട്ടികളെ കണ്ണൊക്കെ വലുതാവുന്ന ഈ മംഗളാപുരം ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ബസലാണ് ഫേമസ്. ഇവിടുത്തെ ഗ്രാൻഡ്മമാരൊക്കെ കൂടുതലായിട്ട് ബസലൊക്കെ കഴിക്കും. അപ്പോൾ ಇದಕ್ಕೆ ಅಂದ್ರೆ ಇಡ್ರಿ ಆ್ಯಡ್ ಹಾಕ್ರಿ. ತುಗರಿ ಬೇಳೆ ಮೀನ್ಸ್ ಇದട്ടോ നമ്മളെ ദാൽ പിന്നെ ചോര വേറെ വെജിറ്റബിൾ എന്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ചെമ്മീന് കല്ലുമ്മക്കായലുണ്ട് നോൺ വെജിലാണെങ്കിൽ നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇടാം. പപ്പായ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മറ്റേ നമ്മളെ ബീൻസിൻ്റെ സീഡ്സ് ഉണ്ടല്ലോ, അലസൻ്റെ ബീത്ത്, അതൊക്കെ ഇട്ടിട്ട് കറിയാക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഇതാ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞാല് ഇത് നല്ല ഗർഭിണി ഉണ്ടാകുമ്പോൾ നല്ല കഴിച്ചാൽ കുട്ടി നല്ല വളരെ സുന്ദരം. ഗർഭിണി ഉണ്ട് നല്ല കഴിച്ചാൽ. പിന്നെ എനിക്ക് കൂടുതൽ പിമ്പിൾസ് ഉള്ള ആൾക്കാർ, ഓപ്പൺ പോർസ് ഒക്കെ ഉള്ള ആൾക്കാർ ഇതിന് പേസ്റ്റ് വരെ ഫേസിലേക്ക് അരച്ചിടുക എന്നാണ് പറയുന്നത്. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറയുന്നത് കേട്ടിക്കണം. ഞാൻ എന്നെ ആകെ ഒരു പ്രാവശ്യം സോധ്യപ്പെട്ടു. പിന്നെ ഇതൊക്കെ നടുന്നതൊക്കെ അത് ഞാൻ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ആരെങ്കിലും നെട്ട ഒരു ബസാലിന്റെ വീടൊക്കെ ഞാൻ പോയാൽ അവിടെ നിന്ന് കാണിക്കാം. ഒന്നല്ല ഒരു ദിവസം നോക്കാൻ കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഇതില് റെയിനി സീസണിലൊക്കെ ഇതിനെ നിങ്ങൾ ഉണ്ടാക്കിയാൽ ഇതിലൊരു നാച്ചുറൽ ആയിട്ട് കെട്ടി കിട്ടോട്ടെ. മീൻസ് ചെമ്മീൻ ഉണ്ടാവേ, നാച്ചുറൽ ചെമ്മീന്. നാച്ചുറൽ ചെമ്മീൻ മീൻസ് മഴക്കാലത്തിൽ വരുമല്ലോ. നമ്മളെ നാട്ടിലൊന്നും കേൾക്കണ്ട, ഇത് എത്ര ഉണ്ട് ബസലനെ കറി. നമ്മുടെ നാട്ടില് മഴക്കാലത്തിലെ ബസല പിണ്ടി, ബസല കറി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് ബസല ഫിഷ് ഫ്രൈ അങ്ങനെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തേത് ബസല ഉണ്ടെങ്കിൽ. വെജിറ്റബിൾ ഷോപ്പിലൊക്കെ ബസല സീസണിലൊക്കെ കാണാം. ബസല എന്ന് പറയും ഇത്. അപ്പം നിങ്ങൾ ചിന്നുപപ്പിന്റെ ഇപ്പൊ സൂസൈഡ് ചെയ്ത ചിന്നുപപ്പില്ലേ, ആ പെൺകുട്ടിന്റെ വീഡിയോയിൽ കാണുമായിരിക്കും. തലക്ക് തുണിയിട്ടില്ല എന്ന് പറയുന്നത്. തുണിയിട്ടാണ് ഇട്ടാൽ എനിക്ക് എന്റെ തലതുണിയിലെല്ലാം പോകും. തന്നെ തുണി നിന്നെ ഫേസ് ക്യാം ഞാൻ ചെയ്തിട്ട് കാഷ്ടടിക്കുന്നുണ്ട്. ഇനി ഉമ്മാൻ്റെ ഡ്രൈവിംഗ് പിന്നെ ടെസ്റ്റൊക്കെ ഉണ്ട്. അസാര నా పెరగట్లేకండి ఫేస్ కట్ల ఈస్టర్ ఇట్లല്ലേ താക്കലുണ്ടോ? എവിടെ ടയർഡാണ്. ഇൻട്രസ്റ്റിൽ നിന്ന് പോവാണ്. പക്ഷെ ഇൻട്രസ്റ്റിൽ നിന്ന് പറഞ്ഞ ഇൻട്രസ്റ്റോടെ പോകുന്നു. നീ ബിക്കിട്ടല്ലേ ഞാൻ പോണ്ടേ പുറത്ത്? ഫാനെല്ലാം ഓഫ് ആക്കട്ടെ. ഉമ്മൻ്റെ ബസല കറി കൂട്ടാനായില്ല എന്ന് വന്ന് കൂട്ടാ. ഓ ബന്നെ വീടൊക്കെ വൃത്തിയാക്കിയത് കുട്ടികൾ വന്നപ്പോൾ മനസ്സിലാവും. വീടൊക്കെയാണ് മൊബൈലിൽ കെട്ട്. ആ
ಫೋನ್ ಹಾಕ್ಯಮ್ಮ ಅಸಂಬದ್ಧ ಕಾಯ್ದೆಯಾಗಿದೆ ಎಂಬುದನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವ ಇದಕ್ಕೆ ನೀನು ಇಟ್ಟೆ ನಿಂಡೆ ಟೈಮೆ ಕಾತನ ಬರ್ಮಲೆ ಇಟ್ಟ ಮನರೇಗಾ ಕಾಯ್ದೆಯನ್ನು ಮತ್ತೆ ಜಾರಿಗೆ ತರುವಂತೆ ಒತ್ತಾಯಿಸಿ ವಾಷಿಂಗ್ ಮಿಷನ್ തുണി ഇട്ടിക്കണ വെള്ളം ഇല്ലല്ലോ ഗൈസ് ആ ഓട്ടോമാറ്റിക് മെഷീൻക്ക് ഇവിടെ വരുമ്പോൾ ഫോൺ വെച്ചതാ വന്നട്ടാ ഡ്രൈവർ എന്നിട്ടോ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട ഓട്ടെ എനിക്കൊന്നു ഞാൻ കാണിച്ചു തരാം എനിക്ക് ഡ്രൈവിംഗെല്ലാം ഞാനിപ്പം നിങ്ങളോട് കാർ ഡ്രൈവ് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ റോഡെല്ലാം ഓക്കെയാണ് പ്രാക്ടീസായി എനിക്ക് ഇവിടെ നിന്നുണ്ടല്ലോ അതായത് ഈ പ്ലേസ് ഉണ്ടല്ലോ ഈ പ്ലേസ് എനിക്ക് കേട്ടാണല്ലോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതൊന്ന് സ്റ്റഡി ആവണം എനിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് കേട്ടെടുക്കാൻ പോവാണ് തന്നെ അപ്പോൾ ആളെന്നെ ജഡ്ജ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ ഓടിപ്പോയി കേട്ടെടുക്കുന്നത് ഇന്ന് എന്താ പറയുക ഉമ്മ ഉമ്മക്ക് സ്റ്റഡി ചെയ്യണമെന്ന് പറയുന്നത് ഇതെന്തായി കവറിട്ടിട്ടാണ് ഒന്ന് കവറെടുക്കട്ടെ കവറെടുത്തിട്ട് എന്തല്ല പൊടി പിടിക്കാനുണ്ട് അതാണ് പ്രോബ്ലം എത്ര ശ്രദ്ധിച്ചാലും ഇല്ല പൊടി പിടിക്കും ഇവന്ന് കവറിടാനുള്ള തന്നെ വലിയ ടാസ്ക്കാണ് ನನಗೆ ಇದರಿಂದ ಒಂದು ಹಚ್ಚಲಿಕ್ಕೆ ಅಂತ ಕಳಿಸ್ಬೇಕು ಅಲ್ಲಿ ತುಂಬ ದಿವಸ ಆಯಿತು ಸುದ್ದಿನೇ ಇಲ್ಲ ನಿಮ್ಮದು കുറച്ച് കവർ ഇട്ടപ്പോൾ കുറച്ച് ക്ലീൻ ആയി പ്രൊട്ടക്റ്റ് ഒക്കണല്ലുണ്ട് 300 രൂപ നാണേക്ക് 50 എടുക്കും ലോങ് ലാസ്റ്റിങ് ഞാനിട്ട് 50 ഉണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ എനിക്ക് ഇബ്ബു ബ്രോ എല്ലാം കൊണ്ടുവരുന്നുണ്ട് ഗൾഫിൽ നിന്ന് പക്ഷെ അതത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ ഞാൻ ഇടുന്ന 50 ഉണ്ടല്ലോ രാവിലെ ഇട്ടല്ലോ കുട്ടികൾക്ക് സ്കൂൾ വരെ ഇട്ട് അയക്കുന്നുണ്ട് 300 ഇത്ര ശരി ബോട്ടിൽക്ക് 300 റുപ്പീസ് കൊടുത്തിട്ടാണ് അതിട്ടല്ല രാവിലത്തെ രാത്രി വരെ സ്മെൽ അങ്ങനെ ഉണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡവും അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ 50 റുപ്പീസ് കൊടുത്ത് ഡവ് വാങ്ങൂല അതും അങ്ങനെ തന്നെ കുട്ടികൾക്കൊക്കെ അത് കണ്ട് എൻ്റെ വാപ്പൻ്റെ കല്യാക്കുന്നത് കൈസി ഏതെങ്കിലും ഒരു ഭാര്യ സ്വന്തം ഭർത്താവിനെ കല്യാക്കുന്നതുണ്ടാ നോക്കി എൻ്റെ അമ്മാവുണ്ട് എൻ്റെ വാപ്പാണ് എല്ലാം കല്യാക്കുന്നത് പ്രശ്നമില്ല എൻ്റെ വാപ്പ പാവാണേ ഇത് നോക്ക് ചെടിങ്ങളൊക്കെ രസമുണ്ടല്ലോ നല്ല രസം നമുക്ക് റോഡ് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ ഇതിട് ಬೆಲ್ಟ್ ಸೀಟ್ ಒಂಚೂರು ಎದುರು ಮಾಡಬೇಕು ಸೀಟ್ ಎದುರು ಅಪ್ಪ സീറ്റ് ബെൽറ്റ് ഇവിടെ എന്താ സീറ്റ് ബെൽറ്റ് തേടുന്നേ ഇവിടെ നോക്കൂല ബെൽറ്റ് കുത്തിട്ട് ഇവിടെ നോക്ക് ബെൽറ്റ് കുത്തിട്ട് ടെൻഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് റോഡിൽ തന്നെ പഠിപ്പിക്കുന്നു നമ്മളുടെ ഭാഷ പറഞ്ഞ നോക്കാം ട്രൈ ആക്കാന്ന് പറഞ്ഞിട്ട് റോഡിലാണ് ഉമ്മക്ക് പഠിപ്പിക്കുന്നത് എനിക്ക് റോഡിൽ സ്റ്റഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് പ്രശ്നം എന്താ വെച്ചാൽ ಕಮ್ಮಿ ಮಲ್ಪಲೆ ರೋಡಲ್ಲಿ ಕೊಟ್ಟರೆ ಹೀಗೆ ರೋಡಲ್ಲಿ ಕೊಟ್ಟರೆ ಅದು ಗೊತ್ತಿಲ್ಲಲ್ಲ ಅವರಿಗೆ ರನ್ನಿಂಗ್ ಮೆಲ್ಲ ಪೋಡ ಅವೇ ಸ್ಲೋ ರನ್ನಿಂಗ್ ಪೋಡಿ ಈಗ ಅಲ್ಪನೇ ಉಂಟಾದ ಆಕ್ಸಿಲೇಟರ್ ಕರ್ಕೊಂಡೆಲ್ಲ ಆಗಿದ್ದು ಬಲ್ತದ್ದು ಓಡಾಡಿ ಹೋಗ್ಬಿಡು ಗಾಡಿ ಟೆನ್ಷನ್ ಉಂಟು ನಿಮ್ಗೆ ಅವರಿಗೆ ಇಲ್ಲ ಇಲ್ಲ ನನಗೆಲ್ಲ ಟೆನ್ಷನ್ ಮೆಲ್ಲ ಆಕ್ಸಿಲೇಟರ್ ಕೊಡ್ಲೆ
ಕೊರ್ಲೆ ಎಕ್ಸಲೆಂಟ್ ಕೊರ್ಲೆ ഓടിച്ച് റണ്ണിങ് മെല്ലെ പോലെ കാലാപ്പോച്ച് വീര് സഡൻ ഒന്നായിക്കൊണ്ട് വിനോദ യാവത്തിനുണ്ട് താണ്ടി റണ്ണിങ് മെല്ലെ മെല്ലെ ಇಪ್ಪತ್ತೆಲ್ಲ ಸ್ವಲ್ಪ ಸಹ ಅದೊಂದು മോടെ വന്ന് നിൽക്കുന്നുമല്ല ഒരു കോഫി കുടിക്കാൻ വന്ന് ഷോപ്പിൽ വന്ന ടീ ചൊന്തയല്ല ഒരാൾ ടീ പറഞ്ഞു ഉമ്മൻ്റെ ഡ്രൈവിംഗ് സത്യം ഞാൻ പേടിച്ചു ഓക്കെയാണ് പക്ഷെ ടച്ച് വിട്ടല്ലോ ഉമ്മ ഒരു 15 days ആയില്ല ടച്ച് വിട്ടിട്ട് അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് തീരെ കിട്ടുന്നില്ലായിരുന്നു പല വച്ച കേട്ടിട്ടാണ് ഞാൻ ഇത് മാംഗ്ലോ സ്പെഷ്യൽ ഗോലി ബജാണ് കേട്ടോ കഴിക്കുന്നത് ഉമ്മ ചട്നി കഴിക്കണം ചട്നി കഴിച്ചിട്ടാണ് കഴിക്കുന്നത് ഇങ്ങനെ ഇതാക്കാം എന്തോ മണ്ണ് വമ്പിട്ടല്ലോ ഞാൻ ചായ കുടിക്കുന്ന പ്ലാനിൽ ചിരിക്കണ്ടെന്ന് ഞാൻ ചായ കുടിക്കുന്ന പ്ലാനിലില്ലായിരുന്നു ഉമ്മാക്കൊരു ആള് ചീത്ത പറയുന്നത് നോക്കിയിട്ട് കുറച്ച് റിലാക്സ് ആവട്ടെ മൈൻഡ് കുറച്ച് കോഫിയൊക്കെ കുടിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കോഫി ടീ കണ്ടപ്പോൾ നിർത്തിയത് എല്ലാ പ്രോമിസ് ഞാൻ പേടിച്ചിരിക്കുന്നു ഇന്ന് ഉമ്മാൻ്റെ ഡ്രൈവിങ് എവിടെ കുയ്യെല്ലാം പോയോണ്ടായിരുന്നു സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുകയില്ലായിരുന്നു പിടിക്കുന്നു ചെയ്ത് തെറ്റണോ അത് ശരിയായിട്ടില്ല എന്ന് പറയരുത് അത് ശരിയായിട്ട് വന്ന് സമാധാനിക്കണം സംസാരിച്ച് തിന്ന കാര്യം ഞാൻ തിന്നത് അറിയാ നോമ്പടുത്ത് വന്നോ ടീ തരുമ്പത്തവും എൻ്റെ ഗോലി ബജ കഴിയും എനിക്ക് ടീൻ്റെ കൂടെയാണ് സ്നാക്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയണം ഞാൻ കേൾക്കണം ಬಿಡ್ರೆ ನೋಕೋ ನೀನೇ ಬಿಡು ಆಯ್ತಲ್ಲ ನಿನ್ನ ಡ್ರೈವ್ ನೋಕಿ ನಕ್ಕ ನೀನು ಬಿಡಬೇಡಿ പറയണ്ട ಬಿಡಗಲ್ಲ പറയണ്ട ಬ್ಯಾಂಡ್ ಇಡಕ್ಕೆ അങ്ങനെ കോഫിയാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത് ഓ മൈ ഗോഡ് ഭയങ്കര ചൂടുണ്ട് ചൂടുണ്ടോ ചിത് വയ്ക്കാം മൈ ഗോഡ് കുട്ടിയുടെ ರಾಶಿയാണ് ഇവിടെ ഇവിടുത്തെ ಮಂಗಳಾಪುರಲ್ಲೂ 3-4 ಲ್ಯಾಂಗ್ವೇಜ್ ഉണ്ട് കേട്ടോ ಬ್ಯಾರಿ ತುಳು അപ്പം ഈ കുട്ടികൾ സംസാരിക്കാൻ തുളു ലാംഗ്വേജ് ജ്യൂസ് ഉണ്ടാ അത് തുളു ലാംഗ്വേജാണ് ബാംഗ്ലൂരിൽ പ്രധാനമായ ഒരു ലാംഗ്വേജാണ്
അറിയപ്പെടുന്ന മാംഗ്ലൂരിൽ അറിയപ്പെടുന്ന ലാംഗ്വേജ് ആണ്. ചൊക്കബാർ എന്തെങ്കിലും കഴിക്കാൻ തോന്നിട്ടോ. ഡയറ്റാണ് കേട്ടോ, എന്ത് ഡയറ്റെന്ന് എനിക്കറിയില്ല. ಒಂದು ಚೊಕ್ಕಬಾರ್ ಕೊಡಿ ಆಯ್ತಾ? ಚೊಕ್ಕಬಾರ್ ಬ್ಲ್ಯಾಕ್ ಕಲರ್ ಬೇಡ, ಇನ್ನೊಂದು ಬೇಡ, ಅದು ಬೇಡ. ಚಾಕ್ಲೇಟಲ್ಲಿ ಮಿಲ್ಕಾ ಅದು ವೆನಿಲವಾ ಯಾವುದು? ಒಳ್ಳೇದು ಕೊಡಿ ನೋಡಿ. ಅದು ಬೇಡ, ಇಂಥದ್ದು ಬೇಡ ನನಗೆ. ಈ ಥರ ಓಕೆ, ಇದಿರಲಿ. ಡ್ರೈ ಫ್ರೂಟ್ಸ್. ಇದು 50? ಓಕೆ. ಬಸ್ ಉಂಟು ಐತೆ ಬೀಚ್ ರೋಡ್ ಅರ್ಧ ಗಂಟೆ ಬಸ್ ಉಂಟು ಗೊತ್ತಿದೆಯಾ? കലിസിതാ ഉമ്മ വണ്ടി വിടുന്ന ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഐസ്ക്രീം വാങ്ങുന്നത്. റബ്ബെ, ഐസ്ക്രീം വാങ്ങി തിന്നുന്നത് കുറച്ച് ടെൻഷനുണ്ട് എനിക്ക്. എൻ്റെ ബിൽച്ച് ബിസാക്കില്ല. അസ്സലാമു അലൈക്കും. ദുറമിയാതിരക്കാം. ಓಕೆ. അപ്പോൾ എൻ്റെ ഉമ്മ ഡ്രൈവിംഗില്ല. ನೀವೇನು ತುಂಬ ಟೆನ್ಷನಲ್ಲಿ ಇದ್ದೀರಿ? ಇಲ್ಲ, ತಿರುಗು ನಮ್ಮ ಡ್ರೈವಿಂಗ್ ಇತ್ತು. ಬ್ರೇಕ್ ಹೊತ್ತು. ಅದಂದ್ರೆ ತುಂಬಾ ದಿವಸ ಕ್ಯಾಪ್ ಮಾಡಿ ಕೊಟ್ಟಲ್ಲ, ಅದು ಟೆನ್ಷನ್ ಆಗ್ತದೆ. ನಿಮ್ಗೆ ಗೊತ್ತಾಯ್ತಾ? ಹೌದೌದು, ಇದರಿಂದ ನೋಡ್ತೇನೆ ಟೆನ್ಷನ್ ಆಗ್ತದಲ್ಲ. ಹೌದೌದು, ಎಂತ ಸಹ ಆಗ್ಬಾರ್ದಲ್ಲ ಮೇಡಮ್. ಹೌದು, ಅದೇ. ಯಾಕಂದ್ರೆ ಒಂದು ಚೂರು ಏನಾದ್ರೂ ಆದ್ರೆ ನನ್ನ ಮೇಲೆ ರಿಸ್ಕ್ ಆಗ್ತದೆ ನಂಗೆ. ಹೌದು, ಅದಕ್ಕೆ ನಾವು ಹೆದರದು. കറി ഉണ്ട്. ഇത് കഞ്ഞിയാണല്ലോ. അപ്പോൾ ബസ്സിലെ കറി ഉണ്ടാക്കിയില്ല. ബസ്സിലെ മുറിച്ച് വെച്ചത് മാത്രമാണ് കേട്ടോ. പാക്കിങ് എല്ലാം പോയിട്ട് വന്നിട്ട് കുറച്ച് ഉമ്മക്കിന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ പേടിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അയാൾ ഒച്ചയുടെ മുതലാണ് കേട്ടോ കുറച്ച് പേടിയൊക്കെ ആയത്. കാരണം ഉമ്മ 20 days ആയിട്ട് കുറച്ച് സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ അതിൻ്റെ ടച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇടക്കൂടി നമ്മൾ ആ ഒരു ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് ഒക്കെ കയറിയിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. സോ ഒരുപാട് അങ്ങോട്ട് ഉമ്മയുടെ ഹോസ്പിറ്റലാകുമ്പോൾ ഞാൻ തന്നെ അങ്ങ് ഡ്രൈവെല്ലാം ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോയപ്പോൾ എനിക്കൊക്കെ പേടിയെല്ലാം മാറി. പക്ഷെ ഞാനിപ്പോൾ കാണിച്ചില്ലേ, കുറച്ച് മുമ്പ് കാണിച്ചില്ലേ ഞാൻ ആ ഒരു റോഡ്, ആ റോഡിന്ന് മുകളിലേക്ക് എടുക്കണം, താഴേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. എന്താണ് എന്താ പറയും? നിന്റെ ടിവിയിൽ ബർത്ത്ഡേ ഓക്കെ ബാ. MUEEZ മൊയ്സിൻ്റെ ബർത്ത്ഡേ ആണ്. ബാ ഉമ്മച്ചി, മൊയ്സിൻ്റെ ബർത്ത്ഡേ നോക്കും ഉമ്മച്ചി എന്ന് പറഞ്ഞ് വന്നിട്ട് കരയാണ്. വൈകുന്നേരമായി. കുട്ടികൾക്ക് ഞാൻ ജ്യൂസ് അതൊന്നും ഇല്ലെന്ന് പപ്പായ കൊടുക്കാൻ ഞാൻ ജ്യൂസൊക്കെ ഒഴിവാക്കി കേട്ടോ. ഉമ്മക്ക് അസുഖം വന്ന ശേഷം വേണ്ടെന്ന് തോന്നി, നല്ല ഒഴിവാക്കി. കാരണം മടുത്ത് എനിക്ക്. ഉമ്മാണെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഉമ്മ കഴിക്കുമല്ലോ. അപ്പോൾ പപ്പായ കുറച്ച് കൊടുക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞതാണ് ഡോക്ടർ. എനിക്ക് പിന്നെ ഈ ഷോപ്പിൽ നിന്ന് നല്ലൊരു പപ്പായം കിട്ടി. അപ്പോൾ ഈ പപ്പായ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണല്ലോ, അതായത് സ്കിന്നിന് നല്ലതാണ് ആൻഡ് ഹെൽത്തിന് നല്ലതാണ്. ഇത് വെറും വയറ്റ് കഴിക്കണമെന്നാ, വെറും വയറ്റിൽ കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. അത് കഷ്ണങ്ങളൊക്കെ കഴിച്ചാൽ മതി. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് എന്താ കൊടുക്കുക വൈകുന്നേരമാണ് ഞാൻ ആലോചിക്കുകയാണ്. ചിക്കൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഉമ്മ വന്ന ഉടനെ വൈകുന്നേരം വന്നു കേട്ടോ. ഉമ്മ ടയർഡായിരുന്നു. ഉമ്മ എണീച്ചിട്ട് വേണം ചായ വയ്ക്കാൻ. അപ്പോഴേക്ക് ഞാൻ അവർക്ക് സിമ്പിളായ നോർമലായ നൂഡിൽസ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ചിക്കൻ കുറച്ച് ഫ്രൈ എല്ലാം ആക്കിയിട്ട് അതിലെല്ലാം മിക്സ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ. കുട്ടികളല്ലേ നൂഡിൽസ് എന്നൊക്കെ ചോദിക്കുന്നത്. ഞാനെല്ലാം ഒഴിവാക്കുക, നാച്ചുറലായിട്ട് എന്തെങ്കിലും കൊടുക്കാം. ഉമ്മ മസാല കറി ഉണ്ടാക്കിയെന്ന് വിചാരിച്ച്, പക്ഷെ ഉമ്മ മസാല കറി ഉണ്ടാക്കില്ല. ഞാൻ പറഞ്ഞു ഞാനുണ്ടാക്കും മാന്ന്. അത് പറഞ്ഞ് എനിക്ക് മസാല കറി ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഓക്കെ സാറില്ല, നീ തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എനിക്ക് സത്യമായിട്ട് മസാല കറി ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. അത് അവർ തന്നെ ഉണ്ടാക്കണം അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ.
നമ്മളൊക്കെ ന്യൂ ഫുഡാണ് ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുക, പാസ്ത അങ്ങനത്തതൊക്കെ നമ്മൾ ചെയ്യുന്നെങ്കിൽ മസാലക്കറി പിന്നെ വെജിറ്റബിൾ പൊടിക്കറി അതൊക്കെ ഉമ്മാൻ്റെ പണിയാണ്. അപ്പോൾ അത് ഇൻ കേസ് ഞാൻ മസാലക്കറി ഉണ്ടാക്കിയാലും ഉമ്മ വന്ന് അതിനൊന്നും കഴിക്കാനോ റെഡിയല്ല. ഉമ്മക്കത് ടേസ്റ്റ് എന്തെങ്കിലും അതിനൊരു കുറ്റം പറയും. ഓക്കെ, പിന്നെ സംസാരിച്ചിവിടെ പപ്പായൻ്റെ തൊലി കളിയാണ്, സ്കിന്ന് റിമൂവ് ചെയ്യാനുണ്ടോ. നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആണ് കേട്ടോ പപ്പായ. പിന്നെ എനിക്ക് സത്യമായിട്ട് ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലോണം സ്ട്രോങ് ചായ വയ്ക്കാൻ അറിയില്ല. ഞാൻ ചായ വെച്ചാൽ ഉമ്മ അതിന് കുടിക്കാറില്ല. കോഫി നല്ലോണം വയ്ക്കട്ടോ ഞാൻ, കാരണം ഉമ്മക്കൊക്കെ സ്ട്രോങ് ആവണം, എനിക്ക് സ്ട്രോങ് വേണ്ട. മധുരയിടാത്ത ചായ സ്ട്രോങ് കുടിക്കാൻ ഭയങ്കര കയ്പ്പാണ്. കണ്ടില്ല, നമ്മൾ വലിയ പപ്പായ റെഡിയായി. ഇതൊന്ന് കട്ട് ചെയ്യണം. പപ്പായ, ആപ്പിള്, മറ്റേ അനാറ് ഇതൊക്കെ ജ്യൂസ് കഴിക്കാതെ, ജ്യൂസ് ഉണ്ടാക്കാതെ ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ വളരെ ഹെൽത്തിന് നല്ലത്. പിന്നെ എത്രയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പപ്പായ ഈസിലി കിട്ടുന്നതാണ്, എല്ലാവർക്കും അറിയണ്ടേ. നമുക്കിവിടെ ഫ്രൂട്ട്സ് ഷോപ്പിൽ തന്നെ വാങ്ങണം കേട്ടോ. ലീസിലല്ലേ ഇരിക്കുന്നത് വീടൊക്കെ, ഫ്ലാറ്റിലല്ലേ, അപ്പം എല്ലാം വാങ്ങണം, A to Z വാങ്ങണം. അപ്പോൾ ഓരോരോ കഷ്ണം കുട്ടികൾക്കൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞു. എനിക്ക് പച്ച പപ്പായ കാണിട്ട് ഇങ്ങനെ പഴുത്ത പപ്പായ ഉണ്ടാവില്ല, ഇങ്ങനെ പഴുത്ത പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനാണ് പഴുത്തിട്ടുണ്ടാവുമല്ലോ, നല്ലോണം പഴുത്തിട്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടം. സവർ സ്വീറ്റ് ഞാനതൊരു വെറുതെ ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ വെറുതെ ഇങ്ങനെ കഴിക്കാനൊക്കെ ഉണ്ട്. മുമ്പൊക്കെ എനിക്ക് പപ്പായൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമല്ലായിരുന്നു, കഴിക്കില്ലായിരുന്നു. പക്ഷേ ഇത് സ്കിന്നിന്, ഞങ്ങളുടെ ഹെയറിന് അതൊക്കെ നല്ലതാണ്, ആൻറ്റി ഏജിങ് ആണ്. രാവിലെ എണീച്ചിട്ടെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇതിന് കഴിച്ച് ഇഷ്ടപ്പെട്ടതാണ്. ഇങ്ങനെ റെഗുലറായിട്ട് ഞാൻ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ല, വീക്കെൻഡ് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കുറച്ച് എന്താക്കും ഞാൻ മാറ്റി വയ്ക്കട്ടെ, കാരണം ഉമ്മാക്ക് മിഡ് നൈറ്റില്ലെങ്കിൽ രാവിലത്തെ വിശപ്പ്. അപ്പോൾ വേറെ ഫ്രൂട്ട്സിന് കൊണ്ടുവന്നിട്ടാവണം, ഇത്ര ഫ്രൂട്ട്സിൻ്റെ ആവശ്യമില്ലല്ലോ. കുറച്ചെടുത്ത് വയ്ക്കാം, ഓരോ പ്രശ്നങ്ങൾ കൊടുത്തു കുട്ടികൾക്ക്. ഇത്ര ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം. കുട്ടികൾക്ക് ഓരോന്നായിട്ട് കൊടുക്കുന്നത് ഉമ്മ പറഞ്ഞിട്ടാണ്. നമുക്ക് എല്ലാവരും എടുക്കും. മൊയ്ജിന് പപ്പായ ചെറിയ കണ്ട തിന്നു. എന്താണ് ഇത്രനായിട്ടുണ്ടാ? ഏതെങ്കിലും ഇടും. ಮತ್ತೆ ಬಪ್ಪಂಕಾಯಿ ಪಲ್ತಿ ತಿಂತೀರಾ ಸಾರ್ಲ എന്തായി തലക്കറിഞ്ഞ പോലെ ആവുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നത്. എനിക്കൊരു പേടിയാണ് തലക്കറിഞ്ഞ പോലെ ആകുമ്പോൾ. വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് കളിക്കുക, എനിക്കത് പെട്ടെന്ന് കിട്ടുക. അത്ര മധുരമില്ല കേട്ടോ. മാത്രമല്ല എനിക്കും ഉമ്മ ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഉമ്മനെ ടേക്ക് കെയർ ചെയ്തിട്ട് എനിക്ക് എന്താ വെച്ചാൽ രാത്രി വർക്കമില്ല. വീട്ടിൽ കുട്ടികളെ നോക്കണം, റെസ്റ്റില്ല, വീട് നോക്കണം, നോമ്പ് അടുത്ത് വന്നു, വീട് ക്ലീൻ ആക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ രാത്രി ഉറങ്ങുമ്പോൾ 10-11 മണി, പിന്നെ ഫുഡ് ഉണ്ടാക്കാം, ഫുഡ് ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകാം, ഹോസ്പിറ്റലിൽ നോക്കാം, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തന്നെ ടയർഡാണ്. ഇന്ന് വരെ ഞാൻ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കുട്ടികൾക്ക് അടിക്കാറില്ല. ഇനി എന്നെ ഭയങ്കര ഒളിപ്പിച്ചു കുട്ടികൾ. അപ്പോൾ 2 അടി കൊടുത്തിട്ടാണ് ചെറിയ മോനെ അയച്ചിട്ട് ഇവിടെ എത്തുന്ന വരെ എനിക്ക് എന്തായാലും മനസ്സിലൊരു സങ്കടമുണ്ട്. പക്ഷേ ഞാൻ അടിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. സോ അങ്ങനെയാണ് ഓരോ ഉമ്മമാർക്കൊക്കെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ പോവും, ദേഷ്യമൊക്കെ പെടും.
അമ്മമാരുടെ അവസ്ഥ ഇതാണ്. എല്ലാം റെസ്പോൺസിബിലിറ്റീസ് ഒരു പെണ്ണിന് വീഴുമ്പോൾ ഹെഡ് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അതും കുഞ്ഞുങ്ങൾ തന്നെ നോക്കുന്നത് തന്നെ വലിയ പാടാണ്. അവർ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയുള്ള ഈസിയുള്ള കാര്യമല്ല. വലിയ ആൾക്കാർക്കാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും, കുട്ടികൾക്കൊന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അവർ വീണ്ടും വീണ്ടും അതന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ എല്ലാ ഉമ്മമാർക്കും സബർ കൊടുക്കുക. ഏതെങ്കിലും സിംഗിൾ പേരൻസ് ആയിരിക്കട്ടെ, ഏതെങ്കിലും സ്ട്രെസ് ലൈഫിലുള്ള ഉമ്മമാരാവട്ടെ, ഇനി ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടോ വീടൊക്കെ കെട്ടിയ ഉമ്മമാരായിരിക്കട്ടെ, ലോണ് കടങ്ങളൊക്കെ ഉള്ള വീട്ടിലുള്ള ആൾക്കാർക്ക് അങ്ങനെ സമാധാനം ഒന്നും ഉണ്ടാവില്ല. കുട്ടികളോട് ഏത് നിമിഷവും ദേഷ്യപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ് പോകുന്നതാണ് ഈ സോഷ്യലൊക്കെ. അതൊക്കെ നമ്മളിപ്പം തരണം ചെയ്യണം. ഏത് വിഷയം വന്നാലും ഞാൻ രാവിലെ തന്നെ പറഞ്ഞല്ലോ, ഇനി ഒരു എന്ത് പ്രോബ്ലം സ്ട്രെസ്സ് വന്നാലും നമ്മൾ അതിന് തരണം ചെയ്തിട്ട് മുന്നോട്ട് വരണേ വേണം. ടൈമും എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവില്ല. ഇന്ന് ഒരാൾക്ക് നഷ്ടം ഉണ്ടായാൽ നാളെ അതിന് ഡബിൾ ഇരട്ടി സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് തളരാതിരിക്കുക. ഒരുപാട് കുട്ടികൾ ഒച്ചയിടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് വറങ്ങിയിട്ട് ഇപ്പോൾ തന്നെ 5 മണിയായിട്ട് എനിക്കാണ് തല കറങ്ങുന്നുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല. ഉമ്മക്കോടെ തല കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂർ വറങ്ങിയിട്ട് ശരിയാവണമൊക്കെ നോക്കിയിട്ട് വറങ്ങി എണീച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ഗ്ലാസ് ചായയോ കുടിക്കും. ഓൾറെഡി ഞാൻ അവിടുന്ന് കാർ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് കോഫി കുടിച്ച് വന്നതാണല്ലോ. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതാണ് ട്രൗസറിൻ്റെ ഭിത്തി. ഇത് നിങ്ങൾ ദാലിട്ട് சொன்ன ദാല് ഇതാണ് ട്രൗസറിൻ്റെ ഭിത്തി. മസാലക്കറി, ಕಾಲು 2 ಗಂಟೆ ರಿಕ್ಷಾ കിട്ടಲ್ಲ.